أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو القاهر فوق عباده وهو الحكيم الخبير. قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. القاهر فوق عباده والحكيم. കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലേക്ക് അതിന്റെ പ്രവേശിക്കുമ്പോൾ വാക്കുകൾ കൂടുതൽ കൃത്യമായിട്ട് ഓതി പഠിക്കാം, പരിചയപ്പെടാം. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. അവൻ തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവനാണ്. അൽ ഖാഹിർ, പരമാധികാരമുള്ളവൻ. ഫൗഖ ഇബാദിഹി, തന്റെ ദാസന്മാരുടെ മേൽ, അടിമകളുടെ മേൽ. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ യുക്തിമാനും സൂക്ഷ്മമായി അറിയുന്നവനുമത്രേ. അൽ ഹക്കീം യുക്തിമാൻ, അൽ ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, പരമാധികാരമുള്ളവൻ. അൽ ഖാഹിർ എന്ന പദം ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും കൂടെയാണ് ഉപയോഗിച്ചത്. ആകെ 2 തവണയാണ് വന്നത്. രണ്ടാമത് തവണയും വന്നത് ഇതേ സൂറത്തിൽ തന്നെയാണ്, 61-ാമത്തെ ആയത്തിൽ. അവിടെ വെച്ച് നമുക്ക് ആ ആയത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ആ സമയം പരിശോധിക്കാം. ഏതായിരുന്നാലും ആയത്തിലുള്ള കാര്യം ഒന്ന് നമ്മൾ നോക്കുക. രണ്ടാമത് ആയത്തിൽ പറഞ്ഞത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അൽ ഖാഹിർ എന്ന പദത്തിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവിടെ പറഞ്ഞത്? വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അങ്ങനെ തന്നെ ആരംഭിച്ചു. വയുർസിലു അലൈക്കും ഹഫലതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. അവനത്ര തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവൻ. നിങ്ങളുടെ മേൽനോട്ടത്തിനായി അവൻ കാവൽക്കാരെ അയക്കുകയും ചെയ്യുന്നു. ഹഫലത്തൻ, കാവൽക്കാരെ നിങ്ങളുടെ മേൽനോട്ടത്തിനു വേണ്ടി അള്ളാഹു അയക്കുന്നു. പരമാധികാരമുള്ളവൻ അള്ളാഹു ആണ്. ആ അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ മേൽനോട്ടത്തിനു വേണ്ടി നമ്മുടെ അടുക്കലേക്ക് കാവൽക്കാരെ അയച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. അങ്ങനെ നമ്മുടെ അടുക്കൽ കാവൽക്കാര് ഉണ്ട് ട്ടോ. ആ കാവൽക്കാര് ഉള്ളതോടുകൂടെ തന്നെ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോ നമ്മുടെ ദൂതന്മാരായ, വേറെ മരണത്തിന്റെ ദൂതന്മാരായ മലക്കുകൾ അവിടെ വന്നിട്ട് പൂർണ്ണമായി തവഫത്തുഹു, പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. പരമാധികാരമുള്ള അള്ളാഹു നമ്മക്ക് കാവൽക്കാരായിട്ട് മാലാഖമാരെ അയച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ആ മാലാഖമാര് നമ്മുടെ കാവൽക്കാരായി ഉണ്ടായിരിക്കെ തന്നെ വേറെ ചില മലക്കുകളെ നിയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുള്ള മരണത്തിന്റെ മലക്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ട്
അവർ പൂർണ്ണമായി നമ്മളെ പിടിച്ചെടുത്ത് കൊണ്ടുപോകും. അഥവാ നമ്മുടെ ജീവൻ കൊണ്ടുപോകും, നമ്മുടെ റൂഹ് കൊണ്ടുപോകും. അവിടെ അത് തടുക്കാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. കാരണം എന്താ? പരമാധികാരമുള്ളവനായ അള്ളാഹുവാണ് പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടി മലക്കുകളെ നിയോഗിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ഈ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പരിപൂർണമായി നമ്മളെ പിടിച്ചെടുക്കാൻ എത്ര വലിയ സംരക്ഷണം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ മാലാക്കന്മാരുടെ സംരക്ഷണം നമുക്കുണ്ട്. അതേപോലെ ഏത് വലിയ കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഞാൻ ഏറ്റവും വലിയ സുരക്ഷിതരമായ വലയത്തിലാണ് കഴിയുന്നത് എന്ന് വിചാരിച്ചാൽ പോലും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പാകത്തിൽ അള്ളാഹുവിന്റെ അധികാരം അവിടെ ഉപയോഗപ്പെടുത്തുന്നതാണ്. മനസ്സിലായല്ലോ? ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എഴുതിയ വിശദീകരണങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഒരു ചെറിയ ഭാഗം മാത്രം. ഹുവല്ലദി ഖലഅത് ലഹു റിഖാബ്, എല്ലാ പിരടികളും എല്ലാ ആളുകളും അവര് കീഴൊതുങ്ങിയവരാണ്, അവന്റെ അധീനതയിൽ വരുന്നവരാ. വദല്ലത്ത് ലഹുൽ ജബാബിറ, എല്ലാ ജബ്ബാരീങ്ങളും എല്ലാ അഹങ്കാരികളായ ആളുകളും ആ പടച്ചവന്റെ മുമ്പിൽ കീഴൊതുങ്ങേണ്ടി വരും, മുട്ടുമടക്കേണ്ടി വരും. പടച്ചവന്റെ പരമാധികാരം ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ടാവില്ല. ഇന്നലെയൊക്കെ ആയിട്ട് വന്ന ഒരു ചെറിയ വീഡിയോ ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ പതാകയാണത്, കൊടിയാണത്. അതൊരു കാക്ക വന്നിട്ട് കൊത്തിപ്പറിച്ച് ആ കൊടിമരത്തിൽ നിന്ന് കൊത്തിപ്പറിച്ച് താഴേക്കിടുന്ന രംഗമാണ്. ഒരു രാജ്യത്തിന്റെ അഭിമാനമാണല്ലോ കൊടി എന്ന് പറയുന്നത്. അതിനെ ഉയർത്തിക്കെട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ അഭിമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് ഈ ചെറിയ ഒരു പക്ഷി ഇതിനെ കൊത്തിപ്പറിക്കുന്നത് നോക്ക്. വേറെ അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ഏതാണ് ഓഫീസ് എന്നറിയില്ല, അതിന്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന രണ്ട് കൊടികൾ, രണ്ട് കാക്കകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് കൊത്തിപ്പറിക്കുന്ന ദയനീയമായ കാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവിച്ചത് ഇന്നോ ഇന്നലെ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. കൊത്തിപ്പറിക്കുന്ന കാഴ്ചയാണ് ഇവിടെ. അതിന് പല അടിക്കുറിപ്പുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് സൂചിപ്പിക്കാനല്ല. പരമാധികാരിയായ പടച്ച റബ്ബിന് ഒരാളെ നിസ്സാരമാക്കാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ അഹങ്കാരികളായ ആളുകളെയൊക്കെ നിസ്സാരമാക്കാൻ അധികമൊന്നും സമയം വേണ്ടതില്ല, അതിന് വല്ലാതെ മെനക്കെടേണ്ടതില്ല. വളരെ നിസ്സാരമായ ജീവികളെ നിയോഗിച്ചുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അബ്രഹത്തിന്റെ ആനപ്പടയുമായി വന്നപ്പോ ചെറിയ അബാബിൽ, ചെറിയ നിസ്സാരമായ പക്ഷികളെ അയച്ചുകൊണ്ട് ആ വലിയ സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ കഥകൾ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ പറയുന്നത് എന്തിനാണെന്നറിയോ? ദക്കറ ആദിഹിൽ ആയ റദ്ദൻ അലാ മൻ യത്തഖിദു ഗൈറല്ലാഹി വലിയൻ, അല്ലാഹു അല്ലാത്ത വലിയുകളെ, രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾക്കുള്ള മറുപടി എന്നുള്ള നിലക്കാണ് ഇവിടെ അള്ളാഹു ഈ ആയത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പടച്ചവനല്ലാത്ത മറ്റേതെങ്കിലും വലിയുകളെ സ്വീകരിച്ചാൽ അവർക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടോ? ഇവിടെ പല അധികാരികളുണ്ട്. പക്ഷെ അധികാരികൾക്കൊക്കെ അവരുടെ അധികാരത്തിന് പരിധിയുണ്ട്, അതിരുണ്ട്. ഒരു രാജ്യത്തിന്റെ അധികാരിയായിരിക്കാം, ഒരു പ്രദേശത്തിന്റെ അധികാരിയായിരിക്കാം. അത് എന്നാൽ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാനുള്ള പരമാധികാരം ഇവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എല്ലാ ധിക്കാരികളായ, താന്തോന്നികളായ അധികാരികളും ആലോചിക്കേണ്ടതാണ് എന്നതാണ് അൽ ഖാഹിർ എന്ന പദത്തിന്റെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമാധികാരത്തിന് ക്ഷമിക്കുന്ന ആളുകൾ ഉണ്ടാകും. നമ്മുടെ മേൽ ആവശ്യമില്ലാത്ത വിധത്തിൽ അധികാരം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന പലരെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ആളുകളെയും കാണാം. നമ്മുടെ മേൽ
അനാവശ്യമായ അധികാരങ്ങൾ, അനാവശ്യമായ വിധത്തിലുള്ള നമ്മളെ മേൽക്കോയ്മ കാണിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ തഹറുർ റിജാൽ എന്നാണ് പദം ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ അനാവശ്യമായ ഇടപെടൽ. പക്ഷെ ആ ഹദീസിനെ ലോഫുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതേ ആശയത്തിലുള്ള സഹിയായ മറ്റ് ദുആകൾ ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേറെ ദുആകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് പ്രാർത്ഥനയും എന്താണെന്നൊന്ന് പരിശോധിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിലാണ് ളുഅഫുണ്ട്, ബലഹീനത ഉണ്ട്, ദുർബലത ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഹദീസിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഹമ്മും ഹുസ്നും മനുഷ്യന്റെ ടെൻഷനും അവന്റെ സങ്കടങ്ങളും, വഅഊദു ബിക മിനൽ അജ്സി അശക്തിയും, കസൽ മടിയും അലസതയും, വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ ഭീരുത്വവും പിശുക്കും, വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ കടങ്ങൾ കൂടുന്നത്, വഖഹരി റിജാൽ ആളുകളുടെ അമിതമായ ഇടപെടൽ. നമ്മുടെ ഇടപെടേണ്ട ആളുകൾ ഉണ്ടാകാം ഒരുപക്ഷെ, പക്ഷെ അമിതമായിട്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ശല്യമായി തീരുന്ന ചില ആളുകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള നമ്മുടെ മേൽ പരമാധികാരം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതു തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ആ ശല്യത്തിൽ നിന്ന് പരമാധികാരം ഉപയോഗിക്കാൻ വേണ്ടി മെനക്കിടുന്ന അത്തരത്തിലുള്ള അഹങ്കാരികളായ ശക്തികളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഇതിന് ഉപോത്ബലകമായ അല്ലെങ്കിൽ ആ ഹദീസിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന സഹീഹായ ബുഖാരിയിൽ വന്ന മറ്റൊരു ഹദീസ്, ഒരു പ്രാർത്ഥന നമുക്കിവിടെ പഠിക്കാം. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ൽ വൽ അദ്ദൈനി വഗലബത്തി റിജാൽ. നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ. ഹമ്മും ഹസനും, ദുഃഖവും സങ്കടങ്ങളും വ്യസനങ്ങളും ടെൻഷനുകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം, അതേപോലെ അശക്തിയും അലസതയും നിറഞ്ഞ അനുഭവങ്ങൾ, വൽ ജുബ്നി വൽ ബുഖ്ൽ ഭീരുവായി പേടിത്തൊണ്ടനായി അങ്ങനെ ഒരു മൂലക്ക് ചടഞ്ഞിരിക്കേണ്ട അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുക, പിശുക്കിന്റെ ആ പിടിയിൽ നിരാളിപ്പിടുത്തത്തിൽ അങ്ങനെ കഴിയേണ്ടി വരിക, അതേപോലെ കടങ്ങൾ അധികരിച്ചുകൊണ്ട് വളരെ പ്രയാസകരമായ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, വഗലബത്തി റിജാൽ ആളുകളുടെ പലതരത്തിലുള്ള ഇടപെടലുകളും അവയുടെ ആധിക്യം നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ മേലാളന്മാരുണ്ടാകാം, മേലുദ്യോഗസ്ഥരുണ്ടാകാം, നമ്മുടെ ഭരണകർത്താക്കൾ ഉണ്ടാകാം, അങ്ങനെ പലരും ഉണ്ടാകാം. അവരൊക്കെ നമ്മുടെ മേൽ അമിതമായ ആധിപത്യം ചെലുത്തുന്നത്, പരമാധികാരം ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ആശയം അല്ലെങ്കിൽ നമുക്ക് സമാധാനം നൽകുന്ന ഈ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടത്. എന്താ സമാധാനം നൽകുന്നത്? എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ഇബാദിഹി എല്ലാ സർവദാസന്മാരുടെയും അടിമകളുടെയും ഒക്കെ മേൽ പരമാധികാരമുള്ളത് ആർക്കാണെന്നറിയോ? അവനാണ്, ഈ പടച്ചറബിനാണ്. മാത്രമല്ല അവൻ അൽ ഹക്കീമും അൽ ഖബീറുമാണ്. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ, വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അൽ ഖബീർ വളരെ ആസൂത്രിതമായിട്ട് വളരെ കൃത്യമായ അറിവോട് കൂടിയിട്ട് ചെയ്യാം. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഫി ജമീഇ മാ യഫ്അലുഹു, താൻ ചെയ്യുന്ന ഏതേത് കാര്യങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായ യുക്തിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അൽ ഖബീർ വളരെ നിപുണമായ അറിവാണ്. ബി മവാദിൽ അശ്യാഇ വമഹാലിഹ ഫലാ യുഅതി ഇല്ലാ ലിമൻ യസ്തഹിഖു വലാ യംനഉ ഇല്ലാ മൻ യസ്തഹിഖ്. ഒരു കാര്യം എവിടെയാണ് വെക്കേണ്ടത്,
എവിടെയാണ് ഇത് ചെയ്യേണ്ടത്, എവിടെയാണ് ഉണ്ടാകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ അറിവാണ് അൽ ഖബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും വല്ലതും നൽകുന്നുവെങ്കിൽ അത് കൃത്യമായി അർഹതപ്പെട്ടവർക്കാണ് നൽകുന്നത്. ആർക്കെങ്കിലും വല്ലതും തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായി അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് തടഞ്ഞു വെക്കുന്നത്. കാരണം സാധാരണ നിലക്കുള്ള ഒരു അറിവല്ല, സൂക്ഷ്മമായ അറിവിനെയാണ് അൽ ഖബീർ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മള് ഈ 3 പദങ്ങളെ കൂടെ പരിചയപ്പെടുക. ഏത്? സാധാരണ നമ്മൾ പറയാറുള്ള അൽ അലീം, അതേപോലെ അൽ ഹക്കീം, അൽ ഖബീർ എന്ന് പറഞ്ഞ ഈ 3 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അലീം എന്ന് പറഞ്ഞാൽ അൽ ഇൽമ് സിഫത്തുൻ അഅം മിൻ ഹൈസു അൽ ഇഹാത്തത്തു വശുമൂൽ, കാര്യങ്ങളെ മൊത്തത്തിൽ കൃത്യമായി അറിയുന്നു, അറിവുള്ളവനാണ് എന്നാണ് അൽ അലീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും അവ്യക്തമല്ല, ഒക്കെ കൃത്യമാണ്. കാര്യങ്ങളെ ചോദിച്ചാൽ ഇൽമുള്ള ഒരാള് എന്നുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. അതാണ് അൽ അലീം എന്ന് പറയുന്നത്. എന്നാൽ അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലദീ യദഉൽ അശ്യാഅ ഫീ മവാദിഇഹ, ഒരു കാര്യം എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, ആ സ്ഥാനത്ത് മുഹ്കിമായിക്കൊണ്ട് മുത്തഖിനായിക്കൊണ്ട് ഓരോ വസ്തുവെക്കുറിച്ചും കൃത്യമായ ധാരണയോട് കൂടിയിട്ട് ഒരു സംശയമില്ലാത്ത വിധത്തിൽ ആ കാര്യം ചെയ്യുന്നതിനെയാണ് അൽ ഹക്കീം എന്ന് പറയുന്നത്. എന്നാൽ അൽ ഖബീർ എന്ന് പറയുമ്പോ ഒന്നുകൂടെ ഗ്രേഡ് കൂടും. ഉദാഹരണത്തിന് എല്ലാ നിലക്കും അറിവുള്ള ഒരാളെ സംബന്ധിച്ച് പറയുമ്പോ അലീം എന്നല്ല പറയാ, അല്ലെങ്കിൽ ഹക്കീം എന്നല്ല പറയാ, ഖബീറാണ് എന്ന് പറയാ. പൂർണ്ണമായ വിജ്ഞാനമുണ്ട്, ഹിബറത്തുണ്ട്, പരിചയമുണ്ട്, പരിജ്ഞാനമുണ്ട്, ചെയ്ത് ശീലമുണ്ട്. അറിവുണ്ടായിട്ട് മാത്രം പോരല്ലോ, ആ അറിവ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണ്ടേ? വീട്ടില് നമ്മുടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് നേടിയ മനുഷ്യൻ അത് വീട്ടിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഒക്കെ അറിയുമ്പോൾ അറിവുള്ള എന്ന് കൃത്യമായ ഖബീറാണ് എന്ന് പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയം എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും കൂടെയുള്ള അറിവുണ്ടാകുമ്പോ അയാൾ അൽ ഖബീർ എന്ന് പറയും. അപ്പൊ കൂടുതൽ വ്യക്തവും കൃത്യവുമായ അറിവാണ് അൽ ഖബീർ എന്ന് പറയുന്നത്. ലൈസ കുല്ലു ആലിമിൻ ഇൻദഹു ഖിബ്റ, എല്ലാ ആലിമിനും ഖിബ്റത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാ ആലിമും ഖബീർ ആയിക്കൊള്ളണമെന്നില്ല, പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്റർവ്യൂക്കൊക്കെ പോകുന്ന സമയത്ത് ഖിബ്റത്ത് എന്താണെന്ന് ചോദിക്കുന്നത്. നിന്റെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് ഖിബ്റത്ത് എന്താണെന്ന് ചോദിക്കുക. കുല്ലു ഖബീറിൻ ഇൻദഹു ഇൽമുൻ, ഓരോ ഖബീറും പരിജ്ഞാനമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എപ്പോഴും കൃത്യമായ അറിവുണ്ടാകും. ഖബീറും ബിദഖായിഖിൽ ഉമൂരി വജലാലിഹ, ഒരു കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക, അതിനാണ് ഖബീർ എന്ന് പറയുക എന്നാണ് അതിനെ പറ്റി സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ 3 വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. അലീം എന്ന് പറഞ്ഞാൽ അറിവുണ്ട്, ഖബീർ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ തന്നെ കൃത്യമായിട്ട് അതിന് പരിചയമുണ്ട്, പരിജ്ഞാനമുണ്ട്, അങ്ങനെയുള്ള ഒരു അറിവിനെയാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള പടച്ച റബ്ബിന്റെ പരമാധികാരായ പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് ഓരോരുത്തരുമുള്ളത്. അവിടെ മറ്റൊരു വലിയനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പടച്ചവനെ കൂടാതെ മറ്റൊരു രക്ഷാധികാരിയെ സ്വീകരിക്കേണ്ടതില്ല എന്ന കാര്യമാണ് അവിടെ സൂചിപ്പിച്ചത്. ഇനി നമ്മുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോംവർക്ക് ഇവിടെ തരികയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നോട്ട്സ് അയക്കുമ്പം അവിടെ കാണാൻ, ചിലർക്കൊക്കെ അറിയതിന്റെ ഉത്തരം. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഉള്ള ഒരു പരിശോധനയാണ്. ഇവിടെ ഒരു കുട്ടി, അയാള് കാട്ടിലൂടെ നടക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു സിംഹം പിന്തുടരുന്നു. തൊട്ടടുത്ത് കണ്ട ഒരു മരത്തിൽ ഓടിക്കയറുന്നു. ഓടിക്കയറി മുകളിലെത്തിയപ്പോഴാണ് തൊട്ടടുത്ത് ഒരു സർപ്പം തന്നെ കൊത്താൻ വേണ്ടി കാണുന്നത്, പടം വിരിച്ചു നിൽക്കുന്നത് കാണുന്നത്. താഴോട്ട് ചാടാൻ വേണ്ടി നോക്കുമ്പോഴാണ് താഴെ വെള്ളമാണെന്ന് മനസ്സിലാകുന്നത്. വെള്ളം ആണെങ്കിൽ ചാടായിരുന്നു,
പക്ഷെ വെള്ളത്തിൽ രണ്ട് മുതലകൾ വാ പൊളിച്ചു നിൽക്കുന്നുണ്ട് വിഴുങ്ങാൻ പാകത്തിൽ. മാത്രല്ല, ഇനി ആ മരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴോട്ട് ഇറങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ സിംഹം അവിടെ മരത്തിന്റെ ചുവട്ടിലെത്തി വാ പൊളിച്ചു നിൽക്കുന്നുണ്ട്. അതുമാത്രല്ല, അവിടെ ആ മരം തന്നെ മുറിഞ്ഞു വീഴാനായിരിക്കുന്ന ഒരു മരമാണ് അവിടെയുള്ളത്. എങ്ങനെ ഈ കുട്ടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഇവര് പറയുന്നത്. ഈ കഥയിൽ പറയുന്നത് രക്ഷപ്പെടാനുള്ള ചില വഴികളുണ്ട് എന്നാണ്, എന്തെങ്കിലുമൊക്കെ വഴികളുണ്ട് എന്നാണ്. പക്ഷെ ഈ കഥയെ സാധാരണ ഉപമിക്കാറുള്ളത് മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആ മരം മുറിഞ്ഞു വീഴാനായ ഒരു മരം പോലെ അതിങ്ങനെ തന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ വാ പൊളിച്ചു നിൽക്കുന്ന രണ്ട് മുതലകൾ അവന്റെ ഖബർ ശിക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. താഴെ വാ പൊളിച്ചു നിൽക്കുന്ന സിംഹം എന്ന് പറയുന്നത് അവന്റെ മരണത്തെയാണ് കുറിക്കുന്നത്. അവനെ കൊത്താൻ വേണ്ടി, ആഞ്ഞു കൊത്താൻ വേണ്ടി അവന് പണം വിടർത്തി നിൽക്കുന്ന ആ സർപ്പം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള മരണമാകുന്ന ആ പ്രയാസങ്ങളെയാണ്. അങ്ങനെ പലതിനെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യന്റെ നാശമാണ്, അവന്റെ അവസാനമാണ് കുറിക്കപ്പെടുന്നത് എന്നത് സംബന്ധമായിട്ടാണ് ഈ കഥ സാധാരണ പറയാറുള്ളത്. എങ്കിലും ഈ കഥ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ സങ്കല്പിച്ചാൽ ഖബീറായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചേക്കാം. ഏതെങ്കിലും നിലക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ പിന്നീട് അതിന്റെ ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. പല ആൾക്കാരും പല ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിപൂർവം എന്ന് തോന്നിയ ഒരു മറുപടി, വെള്ളത്തിലേക്ക് ചാടിയാൽ മുതലകളാണ് അവരെ പിടിക്കുക. അവിടെ അതിന് പകരമായി മറ്റെന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരു പക്ഷേ ആ മുതലകൾ അതുമായി പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അങ്ങനെ രണ്ടാമത് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാം എന്നതൊക്കെയാണ് അതിന്റെ ഒരു മറുപടിയായിട്ട് പലരും സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പോട്ടെ, ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രവേശിക്കുകയാണ്. ആയത്ത് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല, കാരണം വലിയൊരു ആയത്താണ്. 19-ാമത്തെ ആയത്ത്, ഖുൽ അയ്യു ശൈഇൻ അക്ബറു ശഹാദ ഖുലില്ലാഹു ശഹീദുൻ ബൈനി വബൈനകും വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഉൻസിറകും ബിഹി വമൻ ബലഗ് അഇന്നകും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹതൻ ഉഖ്റാ ഖുൽ ലാ അശ്ഹദു ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദ, ചോദിക്കുക സാക്ഷ്യത്തിൽ വെച്ച് ഏറ്റവും വലിയത് ഏതാണ്? അക്ബറു ഷഹാദത്ത് ഏതാണ്? അയ്യു ശൈഇൻ ഏതാണ്? അക്ബറു ഷഹാദത്തൻ, സാക്ഷ്യത്തിൽ വെച്ച് ഏറ്റവും. നമ്മൾ ഷഹാദത്ത് എന്ന് പറയില്ലേ, അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പലതരത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ട്. സാക്ഷി നിൽക്കുക, ഷഹീദാവുക, അതൊക്കെ ഈ വാക്കിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ സാക്ഷ്യം ഏതാണ് എന്ന് ചോദിക്കുക, ആളുകളോട് ചോദിക്കുക, പ്രവാചകരെ. ഉത്തരം എന്താ? ഖുൽ പറയുക. ചോദ്യം ചോദിച്ചിട്ട് അവര് പറയണമെന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തേക്കൂ. കാരണം അവർക്ക് കൃത്യമായ മറുപടി അറിയാം, അതുകൊണ്ട് തന്നെ അവർ പറയില്ല. ആ സമയത്ത് പറയാതിരിക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹു ഷഹീദും ബൈനി വബൈനക്കും, അള്ളാഹുവാണ് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും വലിയ സാക്ഷി എന്ന ഇതിന് സന്ദർഭമുണ്ട് ഇത് ചോദിക്കുന്നതിന്. അത് പറഞ്ഞു പോകാം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലം അന്ന റുഅസാ അഹ്ലി മക്ക ഖാലു, മക്കയിലെ നേതാക്കന്മാരൊക്കെ പറയാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു പ്രവാചകനോട്, യാ മുഹമ്മദ്,
മാ വജദല്ലാഹു ഗൈറക റസൂല, മുഹമ്മദേ, നിന്നെ അല്ലാതെ മറ്റാരെയും പ്രവാചകനാക്കാൻ അള്ളാഹു കണ്ടില്ലേ? വമാ നറാ അഹദൻ യുസദ്ദിഖുക, നിന്നെ സത്യപ്പെടുത്തുന്ന ഒരാളെയും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ. വഖദ് സഅൽനൽ യഹൂദ വന്നസാറ അൻക, ഞങ്ങൾ നേരത്തെ വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടുമൊക്കെ താങ്കളെ സംബന്ധിച്ച് ചോദിച്ചു. വസഅമു, അവരൊക്കെ പറയുന്നത് അന്നഹു ലാ ദിക്ര ലക ഇൻദഹും ബിന്നുബുവ, നീ ഇങ്ങനെ നുബുവത്തുമായി വരും എന്നത് സംബന്ധമായിട്ട് അവർക്കൊന്നും ഒരു വിവരമില്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിലൊന്നും ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല എന്ന നിലക്കാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 3 നിലക്ക് പ്രവാചകനെ അവർ നിരുത്സാഹപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ ദൗത്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അദ്ദേഹത്തെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുക എന്ന്. ഒന്നാമത്തെ കാര്യം, നിന്നല്ലാതെ വേറെ ആരും റസൂലാക്കാൻ അള്ളാഹുവിന് കിട്ടിയില്ലേ? നിന്നെ വിശ്വസിക്കുന്ന ആളുകൾ വളരെ കുറവാണല്ലോ, ആരും കാണുന്നില്ലല്ലോ. മാത്രമല്ല, മുൻകഴിഞ്ഞ് സമുദായക്കാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു നോക്കി, അവരും പറയുന്നു അവരുടെ അടുക്കലൊന്നും നിന്നെ സംബന്ധിച്ചൊന്നും ഒരു പരാമർശവും അവരുടെ വേദഗ്രന്ഥത്തിലൊന്നും ഇല്ല, എല്ലാം പച്ചക്കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നത് നീ നിനക്ക് കിട്ടിയ നുബുവത്ത് സത്യമാണ് എന്ന് പറയാൻ കേൾപ്പുള്ള ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിച്ചു തരൂ. ആരാളുള്ളത് അങ്ങനെ പറയാൻ, നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ ആരാളുള്ളത് ഇവിടെ? പറയാൻ ഏതെങ്കിലും വകുപ്പ് വേണ്ട, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുന്നു. ഫഅൻസലല്ലാഹു തആല ഹാദിഹിൽ ആയ എന്ന ഈ സമയത്താണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇതിന്റെ അവതരണ പാശ്ചാത്തലമായി പറയപ്പെടുന്നത്. പോകട്ടെ. വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിയുൻദിറകും ബിഹി വമൻ ബലഗ, ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിന്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. അവരോട് പറയേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിക്കുന്നു ആരാണ് ഏറ്റവും വലിയ ഷഹാദത്ത് എന്ന് ചോദിക്കുന്നു. എന്താണ് ഏറ്റവും വലിയ ഷഹാദത്ത് എന്ന് ചോദിച്ചാൽ പടച്ചവനേക്കാൾ വലിയ സാക്ഷി ആരാണുള്ളത്? ഈ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്നതിനും അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥം അത് അവസാനത്തെ ഗ്രന്ഥമാണ് എന്നതിനുമൊക്കെയുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷി എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു ആണ് സാക്ഷിയായി നിൽക്കുന്നത്, മറ്റാരുമല്ല. അള്ളാഹു സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ട് എന്ന കാര്യമാണ് അവർ ഓർമ്മപ്പെടുത്തേണ്ടത് എന്നാ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കിതാബുണ്ടല്ലോ, ഇത് നിങ്ങളെ മുന്നറിയിപ്പ് നൽകാനാണ്. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഈ കിതാബ് കേൾക്കുന്ന, ഈ ഗ്രന്ഥം കേൾക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരെല്ലാവരെയും ഞാനിതാ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട്. ആളുകൾ അത് കേട്ടിട്ടാണ് അതിനെ വല്ലാതെ എതിർക്കാനും അത്തരത്തിലുള്ള ആളുകളെ നശിപ്പിക്കുവാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും കേട്ടോളൂ. സോഷ്യൽ മീഡിയ മുഖേന നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സംവിധാനങ്ങളിലൂടെ നിങ്ങൾ ഇതിനെ എതിർക്കാൻ വേണ്ടി പഠനം നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഏതായാലും ഖുർആൻ കേട്ടില്ല, അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് മുന്നറിയിപ്പ് പോയിട്ടാണ് ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ 2 നിലക്കാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്ന്, ഇത് നേരിട്ട് കേൾക്കുന്ന ജനവിഭാഗം എന്നുള്ള നിലക്ക് ഖുർആനിന്റെ മുന്നിലുള്ള ആളുകൾക്ക്. രണ്ടാമത്തത്, ഏതെങ്കിലും വിധത്തിൽ ഈ സന്ദേശങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുന്ന വഴികളുണ്ടാകാം. അങ്ങനെ ആ മാർഗങ്ങളിലൂടെ അവർക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ഖുർആൻ പറഞ്ഞില്ലേ, മുന്നറിയിപ്പ് നൽകപ്പെടാത്ത ഒരു സമുദായത്തെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്ന്. പക്ഷെ ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അത് ഒന്നുകിൽ മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി അവർ ആക്രമിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും എന്നിട്ട് ആ ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു
എന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അറിയുവാനും ഒക്കെയുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഏതെങ്കിലും ചെറിയ വിധത്തിൽ എങ്കിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ സന്ദേശവുമായി അവരിലേക്ക് ചെല്ലുക എന്ന നിലക്കും ഒക്കെ ആയിരിക്കാം. അത് പറഞ്ഞു പോകുന്നില്ല. ഏതായിരുന്നാലും വീണ്ടും അവരോട് ചോദിക്കുക, അഇന്നകും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖറ, അല്ലാഹുവോടൊപ്പം വേറെ ദൈവങ്ങൾ ഉണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നിങ്ങളോട് വേറൊരു ചോദ്യം തിരിച്ചു വെച്ചോട്ടെ. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ സാക്ഷി ആരാണ്, എന്റെ വിഷയത്തിന് ആരാണ് സാക്ഷി നിൽക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ ചോദ്യം? നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങൾ അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൂടെയുള്ള ദൈവങ്ങളാണ് എന്നതിന് നിങ്ങൾ സ്വന്തം സാക്ഷി നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരും. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പടച്ചവന്റെ കൂടെയുള്ള മറ്റു ഇലാഹുകളാണ് എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ എന്നാണ് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉള്ള ആളുകളോട് നമ്മൾ പലപ്പോഴും ചോദിച്ചാൽ പടച്ചവനെ പോലെ കഴിവുള്ള ആളുകളാണ് ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ചത്, ഇന്ന ഔലിയാക്കന്മാരാണ് എന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന മനുഷ്യന്മാർ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് കണ്ടെത്താൻ സാധിച്ചേക്കാം. പക്ഷെ അന്നിങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ അവരത് പറയില്ല എന്നാണ്. പടച്ചവനെ പോലെ കഴിവുള്ള ആളുകൾ തന്നെയാണ് ഈ ദൈവങ്ങൾ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആളുകൾ ഇല്ലായിരുന്നു ആ വലിയ മുശ്രിക്കുകളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നൊക്കെയാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഖുൽ ലാ അശ്ഹദ്, ഏതായിരുന്നാലും പ്രവാചകരെ നിങ്ങൾ പറയാ ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുകയില്ല. ഖുൽ ഇന്നമാ ഹുവ ഇലാഹു വാഹിദ്, പിന്നെന്താ ഞാൻ പറയുന്നറിയോ? ഉറപ്പിച്ചും തറപ്പിച്ചും ഏത് വിധത്തിലും എന്നും എനിക്ക് പറയാനുള്ളത്, പ്രവാചകന്റെ കാലത്ത് സഹാബത്ത് ഉറക്കെ വീണ്ടും വീണ്ടും മർദ്ദനങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടും അവർ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, അവർ ഉറക്കെ തറപ്പിച്ച് പറഞ്ഞതുപോലെ ഇലാഹും വാഹിദ്, ഏകനായ അഹദായ അള്ളാഹുവാണ് ഏക ഇലാഹി എന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വൈനനി ബരീഉം മിമ്മാ തുശ്രികൂൻ, മാത്രല്ല നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി നിരപരാധിയാണ്. പറയുക അവൻ ഏകദൈവം മാത്രമാണ്, നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ബരീഉൻ, നിരപരാധി, ഒരു ബന്ധവുമില്ലാത്തവനാണ് ഞാൻ, അതുമായിട്ട് എനിക്ക് ഒരു തരത്തിലും ബന്ധമില്ല. ഞാൻ നിങ്ങളെ അങ്ങനെ ഉപദേശിച്ചിട്ടില്ല. മറ്റു ദൈവങ്ങളെ ആരാധിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ അവർ മുഖേന പടച്ചവനിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന നിലക്കോ എന്തെങ്കിലും തരത്തിൽ ശിർക്ക്പരമായ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചിട്ടേ ഇല്ല. എത്ര കൃത്യമാണെന്ന് നോക്കൂ ഈ ആയത്ത്. നമ്മൾ ഇങ്ങനെ ഈ ആയത്തിനെ ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതാണ്. ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചകളിലായിട്ട് ഒരുപക്ഷെ ഈ ആയത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതില് ഷഹാദത്തുൻ, ഷഹീദുൻ, ലതശ്ഹദൂന, ലാ അശ്ഹദ് എന്നിങ്ങനെ പല രൂപത്തിൽ ആ വാക്ക് വന്നിട്ടുണ്ട്. ഷഹാദത്തുൻ സാക്ഷ്യം, ഷഹീദുൻ സാക്ഷി നിൽക്കുന്നവൻ, ലതശ്ഹദൂന നിങ്ങൾ സാക്ഷി നിൽക്കുന്നു, ലാ അശ്ഹദു ഞാൻ സാക്ഷി നിൽക്കുകയില്ല. ഒക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. എന്താണ് ഷഹാദത്ത് എന്ന് പറയുന്നത്? സത്യമാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് തെളിവ് നൽകുന്നതിനാണ് സാക്ഷി നിൽക്കുക എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രബലവും സ്വീകാര്യവുമായ സാക്ഷ്യം എന്ന് പറയുന്നത് ആരുടെ സാക്ഷ്യമാണ് എന്ന് പറയുന്നത്? അള്ളാഹുവാണ്. അപ്പൊ നമ്മൾ ഒന്നാമതായി പടച്ചവൻ നീയാണ് സാക്ഷി എന്നാണ് നമ്മൾ ഏത് കാര്യത്തിലും ആദ്യമായിട്ട് അംഗീകരിക്കേണ്ടത്, നമ്മൾ പറയേണ്ടത്, ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. സൂറത്ത് അൽ ഇംറാനിലെ ഒരായത്ത് കൂടെ കളിപ്പിച്ച് അവസാനിപ്പിക്കാം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന്
സാക്ഷി ആരാണെന്നറിയാമോ? താനല്ലാതെ ഒരു ദൈവമില്ലെന്ന് ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് പടച്ചവൻ തന്നെയാണ്. പടച്ചവനാണ് അത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പിന്നെ ആരുണ്ട്? മലക്കുകളുണ്ട്, വൽ മലായിക്കത്ത്. പിന്നെ ആരുണ്ട്? അറിവുള്ള ആളുകളും ആ കാര്യത്തിന് സാക്ഷിയാണ്. അപ്പൊ ഇവിടെ പ്രപഞ്ചത്തെ പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, സൃഷ്ടാവായ പടച്ചറബിന്റെ കൂടെ വേറൊരു ഇലാഹില്ല എന്ന കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ സാധിക്കുന്നത് വിവരമുള്ള ആളുകളെ സംബന്ധിച്ചാകുന്നു. അവൻ നീതി നിർവഹിക്കുന്നവനാണ്. അള്ളാഹു നീതി നിർവഹിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ദൈവമില്ല. അൽ അസീസുൽ ഹക്കീം, പ്രതാപിയും യുക്തിമാനും അത്രേ അള്ളാഹു. അപ്പൊ അള്ളാഹു ഏകനാണ് എന്നതിന്, അവന്റെ കൂടെ മറ്റ് ആരാധ്യരില്ല എന്നതിന് ഏറ്റവും പ്രബലവും സ്വീകാര്യവുമായ സാക്ഷി എന്ന് പറയുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നു അതാണ് യഥാർത്ഥ സത്യമെന്നും നിങ്ങൾ സ്വീകരിച്ച മാർഗം തെറ്റാണ് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ് എന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. മറ്റ് സാക്ഷ്യങ്ങളിലേക്ക്, അതിന്റെ വിശദമായ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിന്റെ മറ്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിതാവ് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പൂർണ്ണമായ ബർക്കത്തും റഹ്മത്തും നൽകി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.